SNDP NSS ഐക്യ നീക്കം പാളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ഐക്യ നീക്കം പെരുന്നയിൽ ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗം തള്ളി. വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സംശയിക്കുന്നതായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യനീക്കം പൊളിഞ്ഞതിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. കഴിഞ്ഞ 18-ാം തീയതിയാണ് NSS SNDP ഐക്യം വേണമെന്ന് ഇരു നേതാക്കളും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയത്തെ സുകുമാരൻ നായരും പിന്തുണച്ചു. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ ഐക്യത്തിൽ നിന്ന് NSSന്റെ യു-ടേൺ. ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് NSSന്റെ വിലയിരുത്തൽ. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചകൾക്ക് നിയോഗിച്ചത് ഇതിന്റെ ഭാഗമാണോ എന്നാണ് സംശയിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളികൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ NDAയുടെ സംസ്ഥാന നേതാവായിട്ട് നിൽക്കുന്ന ഒരാളിനെ രാഷ്ട്രീയമില്ലാത്ത SNDP NSSും കൂടി യോജിക്കുകയാണെങ്കിൽ ആ ആളിനെ എന്തിനാ പറഞ്ഞോട്ട്? NSSന്റെ സമദൂര നിലപാടിലും ഐക്യം തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലും പിന്മാറലിന് കാരണമായി. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെയാണ് ഇത് സംബന്ധിച്ച പ്രമേയവും അവതരിപ്പിച്ചത്. അതേസമയം ഐക്യനീക്കം തകർന്നതിൽ ഇപ്പോൾ പ്രതികരണമില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ചാനലിൽ ഇപ്പോൾ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. 27 പേരടങ്ങുന്ന NSS ഡയറക്ടർ ബോർഡിലെ 26 പേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ഒറ്റക്കെട്ടായാണ് ഐക്യം വേണ്ടെന്ന തീരുമാനം ഇവർ കൈക്കൊണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സമദൂരത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കൂടിയാണ് NSS ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ അത് മറ്റൊരു ചർച്ചയിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.